ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മിഥുൻ. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞങ്ങൾ ഫാമിലി ഒരു 3-4 വീഡിയോ ഇട്ടായിരുന്നു. മെയിനായിട്ട് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതോടനുബന്ധിച്ചിട്ട വീഡിയോ ആണ്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവർക്കൊരു ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി 1-2 ചെറിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ടെക്നോളജിക്കൽ ഒത്തിരി വീക്കായതുകൊണ്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞാൻ പല രീതിയിലും അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഫോണിൻ്റെ അകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട്, iMovie എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണത്. അതിന് ഐഫോൺ വേണം. ഞാൻ ഐഫോണിലാണ് ഞാനിപ്പോൾ എൻ്റെ 3-4 വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും കാണണം. വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് അല്ല, ആർക്കും ചെയ്യാം. ഫോൺ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോണിൽ അല്ലെങ്കിൽ iOSന്റെ പ്രൊഡക്ട്സിൽ നമുക്ക് iMovie എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മളിപ്പോൾ ഈ iMovie ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല വീഡിയോസ് കാണാം. ഇതൊക്കെ ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ ബേസിക് എഡിറ്റ് ചെയ്ത വീഡിയോസാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബേസിക് എഡിറ്റിങ്ങിനെ പറ്റിയാണ്. ഞാനപ്പോൾ പ്ലസ്സിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് ഓപ്ഷൻ വരുന്നു. അതിൽ മൂവി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി സ്റ്റോർ ആയിരിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ നമുക്ക് ഒരു ഉദാഹരണത്തിന് എൻ്റെ മക്കളുടെ 2 വീഡിയോസ് കാണിക്കാം. ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ ക്രിയേറ്റ് മൂവി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോയും ഓൾറെഡി അറ്റാച്ചായി. ഈ കാണുന്ന ഭാഗമാണ് ഓൾറെഡി അറ്റാച്ച് ആയിരിക്കുന്ന ഭാഗം. നമുക്ക് അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ ടച്ച് ചെയ്യുന്നു, അതിനുശേഷം കട്ട് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം വെച്ചാൽ മതി. അതുകൂടാണ്ട് നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഈ കാണുന്ന ബട്ടൺ സ്വിച്ച് നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സഹായിക്കും. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുകൂടാണ്ട് നമുക്കിപ്പോൾ കുട്ടികളുടെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ എൻ്റെ 1-2 വീഡിയോസിൽ ചുമ്മാ സൗണ്ട് എഫക്റ്റ് വെച്ചായിരുന്നു. സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പ്ലസ് ബട്ടൺ കണ്ടോ, ഈ പ്ലസ് ബട്ടൺ നമ്മൾ നെക്കി കഴിയുമ്പോൾ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പല ഒത്തിരി ടൈപ്പുള്ള സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു സൗണ്ട് എഫക്റ്റ്, കിഡ്സ് ബൂയിങ്, ആ സൗണ്ടാണ് നമുക്ക് വെക്കേണ്ടതെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നു. ഈ സൗണ്ടാണ് നമ്മൾ അതിൽ പ്ലസ് അടിക്കുന്നു. അപ്പോൾ ആ സൗണ്ട് ആ വീഡിയോയിൽ ആഡായി. ഞാൻ ആ സൗണ്ട് നിങ്ങൾ കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ് വെച്ചിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കട്ടടിക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീഡിയോയിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റണമെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ താഴെ കാണുന്ന ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത തീം സൗണ്ട് ട്രാക്ക് ഉണ്ട്. അതിൽ നമുക്ക് ഇത് സൗണ്ട് ട്രാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഈ സൗണ്ട് ട്രാക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കേൾപ്പിച്ചു തരാം. ആ മ്യൂസിക്കാണ് ഞാൻ സാധാരണ കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറൊരു മ്യൂസിക്കാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം, ഡൺ അടിക്കാം, പ്ലേ ചെയ്ത് കേൾക്കാം. അതൊരു ഡിഫറെൻറ്റ് മ്യൂസിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ആ താഴത്ത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ പ്രസൻറ്റേഷൻ
ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ളത് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ തീരെ മോശമാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഏതായാലും അത് ചെയ്തിട്ട് എന്നോട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പഴയ വീഡിയോസും നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഡൺ അടിക്കുന്നു. ഡൺ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ സേവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തതിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇത്ര നേരം സമയത്തിന് നന്ദി. നമസ്കാരം. താങ്ക് യു.